Terms in leveling. Backside. First reading taken from an instrument after the temporary adjustments are carried out. നമ്മൾ ഇത് ഈ ഫിഗറിൽ കാണുന്ന പോലെ നമ്മളൊരു സ്ഥലത്ത് ഡംബി ലെവൽ സെറ്റ് ചെയ്യുന്നു. ട്രൈപോഡിന്റെ പുറത്ത് ഇൻസ്ട്രുമെന്റ് ഡംബി ലെവൽ സെറ്റ് ചെയ്തതിനു ശേഷം ആദ്യം ഒരു ബെഞ്ച് മാർക്ക്, നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റേഷൻ ഓർ എ പോയിന്റ് ഹൂസ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഡേറ്റം ഇസ് നോൺ, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ബെഞ്ച് മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെഞ്ച് മാർക്കിന്റെ പുറത്ത് ലെവലിംഗ് സ്റ്റാഫ് വെർട്ടിക്കലായിട്ട് വയ്ക്കുന്നു. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് സെൻട്രൽ ക്രോസ് ഹെയർ ഇന്റർസെക്ട് ചെയ്യുന്ന റീഡിംഗ് നമ്മൾ എഴുതിയെടുക്കുന്നു. അപ്പൊ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ഹൈറ്റ്, സപ്പോസ് 1.904 ആണെങ്കിൽ നമ്മൾ ഇതിനെ ബാക്ക് സൈഡ് റീഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് നമുക്ക് അറിയാം എങ്കിൽ, അറിയാമെന്നുള്ള പോയിന്റ് ആയിരിക്കുമല്ലോ അല്ലെ, അത് പ്ലസ് ഈ പോയിന്റിന്റെ RL, അതായത് സി ലെവലിൽ നിന്ന് എത്ര ഉയരെയാണെന്ന് നമുക്ക് അറിയാം, പ്ലസ് ഈ 1.904 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡാഷ്ഡ് ആയിട്ടുള്ള ഈ ലൈൻ, അതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെ. അപ്പൊ ഈ ലൈൻ ഓഫ് സൈറ്റിന്റെ എലിവേഷൻ, അതായത് ഈ ഡാഷ്ഡ് ആയിട്ടുള്ള ലൈൻ സി ലെവലിൽ നിന്ന് എത്ര ഉയരെയാണ് എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഇപ്പൊ പ്ലസ് ബാക്ക് സൈറ്റ് എന്നായതുകൊണ്ട് തന്നെ ബാക്ക് സൈറ്റ് റീഡിങ്ങിനെ നമ്മൾ എപ്പോഴും പ്ലസ് സൈറ്റ് റീഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പോയിന്റും നമുക്ക് ഈ സ്റ്റേഷനിൽ, ഈ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇവിടെ ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം, ഈ പോയിന്റ് അല്ലെ, ഇതും നമുക്ക് ഈ സ്റ്റേഷനിൽ തന്നെ കാണാൻ പറ്റും. അവസാനം സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള പോയിന്റ്സ് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ എയിലെ റീഡിംഗ് എടുക്കും, ബിയിലെ റീഡിംഗ് എടുക്കും, സിയിലെ വരെ റീഡിംഗ് എടുക്കും. എന്നിട്ട് ഇൻസ്ട്രുമെന്റിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേഷനിൽ വെക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അവസാനം എടുത്ത സ്റ്റേഷൻ, അതായത് സിയിലേക്ക് വീണ്ടും ഒരു റീഡിംഗ് എടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലെവലിംഗ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് പറയും. ഈ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അവസാനം എടുത്ത റീഡിംഗ് അത് ഏതാണ്, ഈ സിയിലെ റീഡിംഗ് ആണ്. അതായത് ഇവിടെ 1.964 ഇവിടെ കിട്ടുന്ന റീഡിംഗ് അല്ലെ, ഈ വാല്യൂ. അപ്പൊ ഈ 1.964 ആണ് അവസാനം എടുത്തത്. അവസാനം എടുത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം എടുത്താണ് ഫോർ സൈറ്റ്. ആക്ച്വലി ഇവിടെ ഫോർ സൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും റീഡിംഗ് ആണ്. ഈ 4.026, അതായത് ഇവിടെ ഇതാണ് നമ്മുടെ ഫോർ സൈറ്റ്, 4.026. ഓക്കെ, അപ്പൊ ആദ്യം എടുത്തത് ബാക്ക് സൈറ്റ് 1.904. ഓക്കെ, അവസാനം എടുത്ത ഈ 4.026 ആണ് നമ്മുടെ അവസാനം എടുത്തത് ഫോർ സൈറ്റ്. അപ്പൊ ഇതിന് ഇടയ്ക്ക് നമ്മൾ രണ്ട് റീഡിംഗ് എടുത്തല്ലോ, ഈ 2.653ഉം 3.906ഉം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. അപ്പൊ നമുക്ക് സർവേയിങ് ലെവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ആദ്യം എടുക്കുന്നത് ബാക്ക് സൈറ്റ്, അവസാനം എടുക്കുന്നത് ഫോർ സൈറ്റ്, ആൻഡ് ഇടയ്ക്കെടുക്കുന്നതിനെ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി പുതിയൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നമുക്ക് പുതിയൊരു ഹൈറ്റിലായിരിക്കും നമ്മൾ ട്രൈപോഡ് ഫിറ്റ് ചെയ്യാം. അവിടെയും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നു. എന്നിട്ട് തിരിച്ച് ഈ സി എന്ന സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ റീഡിംഗ് എടുക്കുന്നു. അപ്പൊ നോക്കൂ, നേരത്തെ ഈ 4.026 കിട്ടി, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 1.964 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് പുതിയ സ്റ്റേഷനിൽ നിന്ന് ആദ്യം എടുത്ത റീഡിംഗ് ആണ്. ആദ്യം എടുക്കുന്നതിനെ ബാക്ക് സൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ 1.964 എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് റീഡിംഗ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോ ഈ ടേംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാക്ക് സൈറ്റ് ഫസ്റ്റ് റീഡിംഗ് ആണ്, പ്ലസ് സൈറ്റ് ആണ്. മാത്രമല്ല ബാക്ക് സൈറ്റ് എടുക്കുന്നത് ഇറ്റ് ഇസ് ടേക്കൺ ടു എ പോയിന്റ് ഹൂസ് എലിവേഷൻ ഇസ് നോൺ. എലിവേഷൻ അറിയാവുന്ന ഒരു പോയിന്റിലേക്കാണ് ബാക്ക് സൈറ്റ് എടുക്കുന്നത്. ഫോർ സൈറ്റ് ലാസ്റ്റ് റീഡിംഗ് ആണ്. അത് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ബിഫോർ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് അവസാനം എടുക്കുന്ന റീഡിങ്ങിനെയാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. അത് മൈനസ് സൈറ്റ് ആണ്. ഓക്കെ, സോ ബാക്ക് സൈറ്റ് ഇസ് പ്ലസ് ആൻഡ് ഫോർ സൈറ്റ് ഇസ് മൈനസ്. ഇത് ഓർമ്മിക്കാനായിട്ട് നമുക്ക് ബി പോസിറ്റീവ് എന്ന് ആലോചിക്കാം അല്ലെ. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ആണ്, ബാക്കി രണ്ടും ഇവിടെ വരുന്നതെല്ലാം മൈനസ് ആയിരിക്കും. ബി മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അപ്പൊ ബി പ്ലസ് സൈറ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ,
ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് സൈറ്റ്. റീഡിങ്സ് ടേക്കൺ ഇൻ ബിറ്റ്വീൻ ദ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആർ ടേംഡ് ആസ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. അതും മൈനസ് ആണ്. അപ്പോൾ ആകെ നമുക്ക് ബി മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്ക് സൈറ്റ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇന്റർമീഡിയറ്റ് സൈറ്റും ഫോർ സൈറ്റും മൈനസ് സൈറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ് എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ആൻ ഇന്റർവീനിങ് പോയിന്റ് ബിറ്റ്വീൻ ദ സെറ്റപ്പ് ഓഫ് സ്റ്റേഷൻസ് അറ്റ് വിച്ച് ബോത്ത് ഫോർ സൈറ്റ് ആൻഡ് ബാക്ക് സൈറ്റ് റീഡിങ്സ് ആർ ടേക്കൺ. നമ്മൾ ഇവിടെ കണ്ട എക്സാമ്പിളില് നോക്കൂ, ഏതെങ്കിലും ഒരിടത്ത്, ഇപ്പൊ ഇത് ബെഞ്ച് മാർക്ക് എ, ഇതിന് ബി, ഇത് സി, ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ഒരേ സ്റ്റേഷനിൽ നമ്മൾ 2 റീഡിംഗ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? എവിടെയാണ്? സിയിലാണ് അല്ലെ? അപ്പൊ ഈ ഒരു സി എന്ന സ്റ്റേഷനിൽ നമ്മൾ ഈ സ്ഥലത്ത് ഇൻസ്ട്രുമെന്റ് വെച്ച് ഒരു റീഡിംഗ് എടുത്തു, അവിടെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി പുതിയൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്നും തിരിച്ചിതിലേക്ക് റീഡിംഗ് എടുത്തു. അപ്പൊ ഈ സി എന്നുള്ള സ്ഥലത്തെ ലെവലിംഗ് സ്റ്റാഫില് നമുക്ക് ഈ 4.026 ഒരു ഫോർ സൈറ്റ് റീഡിംഗും കിട്ടി. അതുപോലെ തന്നെ 1.964 എന്നുള്ള ഒരു ബാക്ക് സൈറ്റും കിട്ടി. ഓക്കെ, അപ്പൊ ഏതൊരു സ്റ്റേഷനിലാണോ നമുക്ക് 2 റീഡിംഗ്, അതായത് ഒരു ബാക്ക് സൈറ്റ് റീഡിങ്ങും ഒരു ഫോർ സൈറ്റ് റീഡിങ്ങും നമ്മൾ എടുക്കുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഈ ഒരു സ്റ്റേഷനാണ്, ഈ ഒരു സ്റ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ് ഓർ ചേഞ്ച് പോയിന്റ്. ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ലെവലാണ് ഉള്ളത്. അപ്പൊ ലെവലിന്റെ പാർട്സ് നമുക്ക് നോക്കാം. ലെവലിംഗ് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ടും ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വേണം, ട്രൈപോഡ് വേണം, ഇതുപോലത്തെ ഒരു ലെവലിംഗ് സ്റ്റാഫ് വേണം. ഓക്കെ, അപ്പൊ ഇത് ടെലസ്കോപ്പ് ആണ്, അതിനൊരു ഐ പീസ് ഈ വശത്തുണ്ട്, ഇതൊരു ഒബ്ജക്റ്റീവ് ആണ്, പിന്നെ ഇതിന് ഫോക്കസ് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്. അതുകൂടാതെ താഴത്തെ ഭാഗം, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ലെവലിംഗ് ഹെഡിൽ 2 പ്ലേറ്റ്സ് ഉണ്ട്, ഒരു അപ്പർ പ്ലേറ്റ്, അതിന്റെ പേരാണ് ട്രൈബ്രാക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ലോവർ പ്ലേറ്റിന്റെ പേര് ട്രിവറ്റ് പ്ലേറ്റ് ആണ്. ഈ ട്രിവറ്റ് പ്ലേറ്റിലുള്ള ഒരു സ്ലോട്ടിലോട്ടാണ് നമ്മൾ ട്രൈപോഡുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്, ടൈറ്റൻ ചെയ്യുന്നത്. അതുപോലെ 3 ഫുഡ് സ്ക്രൂസ് ഉണ്ട്. ഇത് ലെവലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 3 ഫുഡ് സ്ക്രൂസ്. അതുപോലെ നമ്മുടെ ക്രോസ് ഹെയർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ടെലസ്കോപ്പിനകത്തൂടെ നോക്കി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കൽ. ഇതാണ് ഒരു സിമ്പിൾ ഫോം. ചിലതിൽ നമുക്ക് ഇങ്ങനെ 3 വെർട്ടിക്കൽ ലൈൻസ് ഒരു ഹൊറിസോണ്ടൽ കാണും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേണിനുള്ള ക്രോസ് ഹെയർ ആയിരിക്കും നമുക്ക് ഇതിനോട് ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ക്രോസ് ഹെയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഡയഫ്രത്തിലാണ്. ഓക്കെ, ഡയഫ്രം ഐ പീസുമായിട്ട് അടുത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലെവൽ. അപ്പോൾ ഡംപി ലെവൽ, വൈ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ ഓർ ഓട്ടോ ലെവൽ, ഡിജിറ്റൽ ലെവൽ. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഒരു ഡംപി ലെവല്. ഇപ്പൊ ഡംപി ലെവലിനും ടെലസ്കോപ്പ് ഉണ്ട്. ഈ കാണുന്ന ഐ പീസ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഈ ടെലസ്കോപ്പിന്റെ ഐ പീസിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് ഈ ഒരു പാർട്ടിലാണ് ഡയഫ്രം ഉള്ളത്. ആ ഡയഫ്രത്തിന്റെ അകത്താണ് നമ്മുടെ ഈ ക്രോസ് ഹെയർസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മുകളിലായിട്ട് ടെലസ്കോപ്പിന്റെ മുകളിലായിട്ട് ഒരു ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ട്രൈബ്രാക്ക്, അതായത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലെവൽ ബാർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ സ്പിൻഡിലുണ്ട്. അതിന്റെ താഴെ നമുക്ക് ഈ കാണുന്ന ട്രൈബ്രാക്ക് പ്ലേറ്റ്, ട്രിവറ്റ് പ്ലേറ്റ്, ഈ 2 പ്ലേറ്റിന്റെയും ഇടയ്ക്കുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ തന്നെ ഫോക്കസിംഗ് സ്ക്രൂ ഉണ്ട്, അതുപോലെ ഐ പീസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഡംപി ലെവലിന്റെ പാർട്സ് ആണ്, ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇതിന്റെ ഈ കാണുന്നതാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെവൽ ബാർ, ഈ പച്ച കളറിൽ കാണുന്നതാണ് ലെവൽ ബാർ. ഇതിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഗ്രീൻ പോർഷൻ അതിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുക. അപ്പൊ സ്പിൻഡില് ലെവൽ ബാർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാർട്സ്, അതായത് ഫുഡ് സ്ക്രൂസിനെ കാണാൻ പറ്റും ഇവിടെ. അതുപോലെ അപ്പർ ഈ കുറച്ച് ഡാർക്ക് ഗ്രീനിൽ കാണുന്നതാണ് അപ്പർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ ട്രൈബ്രാക്ക് പ്ലേറ്റ്. താഴെയുള്ള ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ട്രിവറ്റ് പ്ലേറ്റ്. ഓക്കെ, ഇത് 3 ട്രിപ്പോഡ്, അതായത് ട്രിപ്പോഡാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഡയഫ്രം ഉണ്ട്. ഐ പീസ് ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്, ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഈ കാണുന്ന യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ലെവൽ ട്യൂബ്. ഈ അറ്റത്തൊരു സ്ക്രൂ ഉണ്ട്, അതിന്റെ പേരാണ് ഫോക്കസിംഗ് സ്ക്രൂ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പാർട്സ് ആയിട്ടുള്ളത്. ഓക്കെ, ടേംസ് ഇൻ ലെവലിംഗ്.
ബാക്ക് സൈറ്റ് ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ഫ്രം ആൻ ഇൻസ്ട്രുമെന്റ് ആഫ്റ്റർ ദി ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ആർ ക്യാരിഡ് ഔട്ട്. നമ്മൾ ഇത് ഈ ഫിഗറിൽ കാണുന്ന പോലെ നമ്മളൊരു സ്ഥലത്ത് ഡംബി ലെവൽ സെറ്റ് ചെയ്യുന്നു. ട്രൈപോഡിന്റെ പുറത്ത് ഇൻസ്ട്രുമെന്റ് ഡംബി ലെവൽ സെറ്റ് ചെയ്തതിനു ശേഷം ആദ്യം ഒരു ബെഞ്ച് മാർക്ക്, നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അറിയാവുന്ന പോയിന്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റേഷൻ ഓർ എ പോയിന്റ് ഹൂസ് എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഡേറ്റം ഇസ് നോൺ, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ ബെഞ്ച് മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു ബെഞ്ച് മാർക്കിന്റെ പുറത്ത് ലെവലിംഗ് സ്റ്റാഫ് വെർട്ടിക്കലായിട്ട് വയ്ക്കുന്നു. ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് സെൻട്രൽ ക്രോസ് ഹെയർ ഇന്റർസെക്ട് ചെയ്യുന്ന റീഡിംഗ് നമ്മൾ എഴുതിയെടുക്കുന്നു. അപ്പൊ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ഹൈറ്റ്, സപ്പോസ് 1.904 ആണെങ്കിൽ നമ്മൾ ഇതിനെ ബാക്ക് സൈറ്റ് റീഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് നമുക്ക് അറിയാം എങ്കിൽ, അറിയാവുന്ന പോയിന്റ് ആയിരിക്കുമല്ലോ അല്ലെ, അത് പ്ലസ് ഈ പോയിന്റിന്റെ RL, അതായത് സി ലെവലിൽ നിന്ന് എത്ര ഉയരെയാണെന്ന് നമുക്ക് അറിയാം, പ്ലസ് ഈ 1.904 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡാഷ്ഡ് ആയിട്ടുള്ള ഈ ലൈൻ, അതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അല്ലെ. അപ്പൊ ഈ ലൈൻ ഓഫ് സൈറ്റിന്റെ എലിവേഷൻ, അതായത് ഈ ഡാഷ്ഡ് ആയിട്ടുള്ള ലൈൻ സി ലെവലിൽ നിന്ന് എത്ര ഉയരെയാണ് എന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് ബാക്ക് സൈറ്റ്. ഇപ്പൊ പ്ലസ് ബാക്ക് സൈറ്റ് എന്നായതുകൊണ്ട് തന്നെ ബാക്ക് സൈറ്റ് റീഡിങ്ങിനെ നമ്മൾ എപ്പോഴും പ്ലസ് സൈറ്റ് റീഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ എ എന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ പോയിന്റും നമുക്ക് ഈ സ്റ്റേഷനിൽ, ഈ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇവിടെ ഇതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം, ഈ പോയിന്റ് അല്ലെ, ഇതും നമുക്ക് ഈ സ്റ്റേഷനിൽ തന്നെ കാണാൻ പറ്റും. അവസാനം സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള പോയിന്റ്സ് ഈ ഒരു സ്റ്റേഷനിൽ നിന്ന് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ എയിലെ റീഡിംഗ് എടുക്കും, ബിയിലെ റീഡിംഗ് എടുക്കും, സിയിലെ വരെ റീഡിംഗ് എടുക്കും. എന്നിട്ട് ഇൻസ്ട്രുമെന്റിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു സ്റ്റേഷനിൽ വെക്കും. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് അവസാനം എടുത്ത സ്റ്റേഷൻ, അതായത് സിയിലേക്ക് വീണ്ടും ഒരു റീഡിംഗ് എടുക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലെവലിംഗ് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ ബാക്ക് സൈറ്റ് എന്ന് പറയും. ഈ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അവസാനം എടുത്ത റീഡിംഗ് അത് ഏതാണ്, ഈ സിയിലെ റീഡിംഗ് ആണ്. അതായത് ഇവിടെ 1.964 ഇവിടെ കിട്ടുന്ന റീഡിംഗ് അല്ലെ, ഈ വാല്യൂ. അപ്പൊ ഈ 1.964 ആണ് അവസാനം എടുത്തത്. അവസാനം എടുത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവസാനം എടുത്താണ് ഫോർ സൈറ്റ്. ആക്ച്വലി ഇവിടെ ഫോർ സൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും റീഡിംഗ് ആണ്. ഈ 4.026, അതായത് ഇവിടെ ഇതാണ് നമ്മുടെ ഫോർ സൈറ്റ്, 4.026. ഓക്കെ, അപ്പൊ ആദ്യം എടുത്തത് ബാക്ക് സൈറ്റ് 1.904. ഓക്കെ, അവസാനം എടുത്ത ഈ 4.026 ആണ് നമ്മുടെ അവസാനം എടുത്തത് ഫോർ സൈറ്റ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ രണ്ട് റീഡിംഗ് എടുത്തല്ലോ, ഈ 2.653ഉം 3.906ഉം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് സൈറ്റ്. അപ്പൊ നമുക്ക് സർവേ ലെവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളുണ്ട്. ആദ്യം എടുക്കുന്നത് ബാക്ക് സൈറ്റ്, അവസാനം എടുക്കുന്നത് ഫോർ സൈറ്റ്, ആൻഡ് ഇടയ്ക്കെടുക്കുന്നതിനെ ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി പുതിയൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നമുക്ക് പുതിയൊരു ഹൈറ്റിലായിരിക്കും നമ്മൾ ട്രൈപോഡ് ഫിറ്റ് ചെയ്യുക. അവിടെയും ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തതിന് ശേഷം ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നു. എന്നിട്ട് തിരിച്ച് ഈ സി എന്ന സ്റ്റേഷനിലേക്ക് ഒന്നുകൂടെ റീഡിംഗ് എടുക്കുന്നു. അപ്പൊ നോക്കൂ, നേരത്തെ ഈ 4.026 കിട്ടി, പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 1.964 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് പുതിയ സ്റ്റേഷനിൽ നിന്ന് ആദ്യം എടുത്ത റീഡിംഗ് ആണ്. ആദ്യം എടുക്കുന്നതിനെ ബാക്ക് സൈറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ 1.964 എന്ന് പറയുന്നത് ബാക്ക് സൈറ്റ് റീഡിംഗ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പോ ഈ ടേംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബാക്ക് സൈറ്റ് ഫസ്റ്റ് റീഡിംഗ് ആണ്, പ്ലസ് സൈറ്റ് ആണ്. മാത്രമല്ല ബാക്ക് സൈറ്റ് എടുക്കുന്നത് ഇറ്റ് ഇസ് ടേക്കൺ ടു എ പോയിന്റ് ഹൂസ് എലിവേഷൻ ഇസ് നോൺ. എലിവേഷൻ അറിയാവുന്ന ഒരു പോയിന്റിലേക്കാണ് ബാക്ക് സൈറ്റ് എടുക്കുന്നത്. ഫോർ സൈറ്റ് ലാസ്റ്റ് റീഡിംഗ് ആണ്. അത് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് ബിഫോർ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെന്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് അവസാനം എടുക്കുന്ന റീഡിങ്ങിനെയാണ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. അത് മൈനസ് സൈറ്റ് ആണ്. ഓക്കെ, സോ ബാക്ക് സൈറ്റ് ഇസ് പ്ലസ് ആൻഡ് ഫോർ സൈറ്റ് ഇസ് മൈനസ്. ഇത് ഓർമ്മിക്കാനായിട്ട് നമുക്ക് ബി പോസിറ്റീവ് എന്ന് ആലോചിക്കാം അല്ലെ. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ആണ്, ബാക്കി രണ്ടും ഇവിടെ വരുന്നത് എല്ലാം മൈനസ് ആയിരിക്കും. ബി മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അപ്പൊ ബി പ്ലസ് സൈറ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് സൈറ്റ്. റീഡിംഗ്സ് ടേക്കൺ ഇൻ ബിറ്റ്വീൻ ദ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്
ആർ ടേംഡ് ആസ് ഇന്റർമീഡിയറ്റ് സൈറ്റ്, അതും മൈനസ് ആണ്. അപ്പോൾ ആകെ നമുക്ക് ബി മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്ക് സൈറ്റ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇന്റർമീഡിയറ്റ് സൈറ്റും ഫോർ സൈറ്റും മൈനസ് സൈറ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ് എന്ന് വിളിക്കും? ഇറ്റ് ഈസ് ആൻ ഇന്റർവീനിങ് പോയിന്റ് ബിറ്റ്വീൻ ദ സെറ്റപ്പ് ഓഫ് സ്റ്റേഷൻസ് അറ്റ് വിച്ച് ബോത്ത് ഫോർ സൈറ്റ് ആൻഡ് ബാക്ക് സൈറ്റ് റീഡിംഗ്സ് ആർ ടേക്കൺ. നമ്മൾ ഇവിടെ കണ്ട എക്സാമ്പിളില് നോക്കൂ, ഏതെങ്കിലും ഒരിടത്ത്, ഇപ്പൊ ഇത് ബെഞ്ച് മാർക്ക് എ, ഇതിന് ബി, ഇത് സി, ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ ഒരേ സ്റ്റേഷനിൽ നമ്മൾ 2 റീഡിംഗ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? എവിടെയാണ്? സിയിലാണ് അല്ലെ? അപ്പൊ ഈ ഒരു സി എന്ന സ്റ്റേഷനില് നമ്മൾ ഈ സ്ഥലത്ത് ഇൻസ്ട്രുമെന്റ് വെച്ച് ഒരു റീഡിംഗ് എടുത്തു, അവിടെ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയി പുതിയൊരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്നും തിരിച്ചിതിലേക്ക് റീഡിംഗ് എടുത്തു. അപ്പൊ ഈ സി എന്നുള്ള സ്ഥലത്തെ ലെവലിംഗ് സ്റ്റാഫില് നമുക്ക് ഈ 4.026 ഒരു ഫോർ സൈറ്റ് റീഡിംഗും കിട്ടി, അതുപോലെ തന്നെ 1.964 എന്നുള്ള ഒരു ബാക്ക് സൈറ്റും കിട്ടി. ഓക്കെ, അപ്പൊ ഏതൊരു സ്റ്റേഷനിലാണോ നമുക്ക് 2 റീഡിംഗ്, അതായത് ഒരു ബാക്ക് സൈറ്റ് റീഡിങ്ങും ഒരു ഫോർ സൈറ്റ് റീഡിങ്ങും നമ്മൾ എടുക്കുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഈ ഒരു സ്റ്റേഷനാണ്, ഈ ഒരു സ്റ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേണിംഗ് പോയിന്റ് ഓർ ചേഞ്ച് പോയിന്റ്. ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് ലെവലാണ് ഉള്ളത്. അപ്പൊ ലെവലിന്റെ പാർട്സ് നമുക്ക് നോക്കാം. ലെവലിംഗ് ചെയ്യാൻ നമുക്ക് മെയിൻ ആയിട്ടും ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വേണം, ട്രൈപോഡ് വേണം, ഇതുപോലത്തെ ഒരു ലെവലിംഗ് സ്റ്റാഫ് വേണം. ഓക്കെ, അപ്പൊ ഇത് ടെലസ്കോപ്പ് ആണ്, അതിനൊരു ഐ പീസ് ഈ വശത്തുണ്ട്, ഇതൊരു ഒബ്ജക്റ്റീവ് ആണ്, പിന്നെ ഇതിന് ഫോക്കസ് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്. അതുകൂടാതെ താഴത്തെ ഭാഗം, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ലെവലിംഗ് ഹെഡിൽ 2 പ്ലേറ്റ്സ് ഉണ്ട്, ഒരു അപ്പർ പ്ലേറ്റ്, അതിന്റെ പേരാണ് ട്രൈബ്രാക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ലോവർ പ്ലേറ്റിന്റെ പേര് ട്രിവറ്റ് പ്ലേറ്റ് ആണ്. ഈ ട്രിവറ്റ് പ്ലേറ്റിലുള്ള ഒരു സ്ലോട്ടിലോട്ടാണ് നമ്മൾ ട്രൈപോഡുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു ക്ലാമ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്, ടൈറ്റൻ ചെയ്യുന്നത്. അതുപോലെ 3 ഫുഡ് സ്ക്രൂസ് ഉണ്ട്, ഇത് ലെവലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 3 ഫുഡ് സ്ക്രൂസ്. അതുപോലെ നമ്മുടെ ക്രോസ് ഹെയർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ടെലസ്കോപ്പിനകത്തൂടെ നോക്കി ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലും ഒരു വെർട്ടിക്കൽ, ഇതാണ് ഒരു സിമ്പിൾ ഫോം. ചിലതിൽ നമുക്ക് ഇങ്ങനെ 3 വെർട്ടിക്കൽ ലൈൻസും ഒരു ഹൊറിസോണ്ടൽ കാണും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേണിനുള്ള ക്രോസ് ഹെയർ ആയിരിക്കും നമുക്ക് ഇതിനോട് ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ക്രോസ് ഹെയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഡയഫ്രത്തിലാണ്. ഓക്കെ, ഡയഫ്രം ഐ പീസുമായിട്ട് അടുത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ലെവൽ. അപ്പോൾ ഡംപി ലെവൽ, വൈ ലെവൽ, റിവേഴ്സിബിൾ ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ ഓർ ഓട്ടോ ലെവൽ, ഡിജിറ്റൽ ലെവൽ. അപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഒരു ഡംപി ലെവല്. ഇപ്പൊ ഡംപി ലെവലിനും ടെലസ്കോപ്പ് ഉണ്ട്, ഈ കാണുന്ന ഐ പീസ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് ഈ ടെലസ്കോപ്പിന്റെ ഐ പീസിന്റെ ഫ്രണ്ടിലായിട്ടുള്ളത് ഈ ഒരു പാർട്ടിലാണ് ഡയഫ്രം ഉള്ളത്. ആ ഡയഫ്രത്തിന്റെ അകത്താണ് നമ്മുടെ ഈ ക്രോസ് ഹെയർസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മുകളിലായിട്ട് ടെലസ്കോപ്പിന്റെ മുകളിലായിട്ട് ഒരു ലെവൽ ട്യൂബ് അല്ലെങ്കിൽ ബബിൾ ട്യൂബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ട്രൈബ്രാക്ക്, അതായത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ലെവൽ ബാർ ഉണ്ട്, ഒരു വെർട്ടിക്കൽ സ്പിൻഡിലുണ്ട്. അതിന്റെ താഴെ നമുക്ക് ഈ കാണുന്ന ട്രൈബ്രാക്ക് പ്ലേറ്റ്, ട്രിവറ്റ് പ്ലേറ്റ്, ഈ 2 പ്ലേറ്റിന്റെയും ഇടയ്ക്കുള്ള സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 3 ഫുഡ് സ്ക്രൂസ് അല്ലെങ്കിൽ ലെവലിംഗ് സ്ക്രൂസ് ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ തന്നെ ഫോക്കസിംഗ് സ്ക്രൂ ഉണ്ട്, അതുപോലെ ഐ പീസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. സോ ഡംപി ലെവലിന്റെ പാർട്സ് ആണ്, ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഇതിന്റെ ഈ കാണുന്നതാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ലെവൽ ബാർ, ഈ പച്ച കളറിൽ കാണുന്നതാണ് ലെവൽ ബാർ. ഇതിന് വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഗ്രീൻ പോർഷൻ അതിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുക. അപ്പൊ സ്പിൻഡില് ലെവൽ ബാർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാർട്സ്, അതായത് ഫുഡ് സ്ക്രൂസിനെ കാണാൻ പറ്റും ഇവിടെ. അതുപോലെ അപ്പർ ഈ കുറച്ച് ഡാർക്ക് ഗ്രീനിൽ കാണുന്നതാണ് അപ്പർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ട്രൈബ്രാക്ക് പ്ലേറ്റ്. താഴെയുള്ള ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് ട്രിവറ്റ് പ്ലേറ്റ്. ഓക്കെ, ഇത് 3 ട്രിപ്പോഡ്, അതായത് ട്രിപ്പോഡാണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഡയഫ്രം ഉണ്ട്, ഐ പീസ് ആണ് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്, ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഈ കാണുന്ന യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ലെവൽ ട്യൂബ്. ഈ അറ്റത്തൊരു സ്ക്രൂ ഉണ്ട്, അതിന്റെ പേരാണ് ഫോക്കസിംഗ് സ്ക്രൂ. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പാർട്സ് ആയിട്ടുള്ളത്. ഓക്കെ.